ആഖിറത്തിലെത്തിയിട്ട് നന്മ കുറവുള്ള ആള് 45 നന്മ 55 തിന്മയും അയാൾ പരാജയപ്പെടും. അയാളെ പരാജയപ്പെടുന്നത് ആദ്യ നബി ദൂരത്തുനിന്ന് കാണുമ്പോൾ ആദ്യ നബിക്ക് തന്നെ ടെൻഷൻ ആവും. ഒരു 5ന്റെ കുറവല്ലേ ഉള്ളൂ. ആദ്യ നബി മലക്കളോട് പറയും, അയാൾ ചെറിയൊരു കുറവല്ലേ ഉള്ളൂ, അഡ്ജസ്റ്റ്. നന്മ കുറവാണെങ്കിൽ നരകത്തിൽ, തിന്മ കൂടുതലാണെങ്കിൽ സ്വർഗത്തിൽ. തിന്മ കൂടുതലാണെങ്കിൽ നരകത്തിൽ, നന്മ കൂടുതലാണെങ്കിൽ സ്വർഗത്തിൽ. വേറെ വർത്താനമില്ല. 45 നാം പറഞ്ഞ കാര്യമില്ല. അവിടെ ചങ്ങലിട്ടിട്ട് വലിച്ചു കൊണ്ടുപോകുമ്പോൾ മലക്കൾ കൊണ്ടുപോകുന്ന കണ്ടിട്ട് ആദ്യ നബിക്ക് കരച്ചിൽ വരും. അർശിന്റെ ചുവട്ടിലിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളോട് ആദ്യ നബി ഓടിപ്പോയിട്ട് പറയും, തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാളതാ റാസിയിലുണ്ട്, കസ്തല്ലാനിയിലുണ്ട്, ഒരുപാട് കിതാബുകളിലുണ്ട്. തങ്ങൾ ഇടപെടും. ഒന്നും കൂടി അളക്കോന്ന് ചോദിക്കും. നന്മയുടെ തിന്മയുടെ തട്ടിലിട്ടിട്ട് മലക്കൾ തട്ടിപ്പൊന്നും നടത്തൂലല്ലോ. അത് അള്ളാഹു ഓർഡർ ഇടും. തങ്ങൾ പറഞ്ഞതനുസരിച്ച് സ്വീകരിക്കണം. അങ്ങനെ നന്മ കുറവ്, തിന്മ അധികം. അയാൾ കരയും. തങ്ങൾ ഇടപെട്ടിട്ടും എനിക്കൊന്നും രക്ഷപ്പെടാനുള്ള വഴിയില്ലല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ കരയുമ്പോഴാണ് തങ്ങൾ മടിത്തട്ടിയിൽ നിന്ന് ഒരു ബത്താക്ക മോഡൽ, ഒരു ചെറിയ സിംഹകൃഷ്ണ മോഡലുള്ള ഒരു കാട് മോഡൽ ഒരു സാധനം എടുത്തിട്ട് നന്മന്റെ തട്ടിലിടും. അതോടുകൂടി നന്മക്ക് ഭാരമാകും. സന്തോഷം കൊണ്ട് റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് ചോദിക്കും, എന്താ നബി അവിടെ ഇട്ടത്? മോൻ ചൊല്ലിയ കുറെ സ്വലാത്തൊക്കെ ഞാൻ എടുത്തു വെച്ചിന്, ആവശ്യം വരുമെന്ന് അറിയാലോ. എടുത്തു വെക്കണമെങ്കിൽ നമുക്ക് സ്വലാത്ത് ഉണ്ടാവേണ്ട ചങ്ങായിമാരെ. ഉപ്പാക്ക് ക്യാൻസർ ആയപ്പോ, ഉമ്മാമക്ക് അസുഖമായപ്പോ 4444 നാരിസ്വലാത്ത് നേർച്ചാക്കി ചൊല്ലി. കുറച്ചൊക്കെ അസുഖം മാറി. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് അസുഖം തിരിച്ചു വന്ന് ആ അസുഖത്തിൽ മരിച്ചു. ഉമ്മാമ സ്വലാത്ത് മരിക്കൂല, അവിടെ തന്നെ ഉണ്ടാവും. ഉപ്പ മരിക്കുമായിരിക്കും, സ്വലാത്ത് അവിടെ തന്നെ ഉണ്ടാവും.